നിങ്ങൾ ഈ കാണുന്നത് റാസൽ ഖൈമയുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള യു എയിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടനായ ജബൽ ജേസിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിൻ്റർ സീരീസ് പാർട്ട് 3 വീഡിയോ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹസീസ് അനിഷ് ഫ്രം റാസൽ ഖൈമയാണ്. അങ്ങനെ നവംബർ 7-ാം തീയതി ഒരു ഈവനിങ് ഒരു 6:30 മണിയായിട്ടുണ്ടാകും നമ്മൾ ജബൽ ജേസിലേക്ക് പോകാൻ. നമ്മൾ വെതറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പോയത്. 13 ഡിഗ്രി രാത്രികളോ ആകുമെന്ന് കണ്ടു. അതിനിപ്പോൾ ക്യാമ്പ് ചെയ്യാനുള്ള എല്ലാ സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ പോയത്. അതുപോലെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫിഷും ഒക്കെ മാരിനേറ്റ് ചെയ്താണ് നമ്മൾ കൊണ്ടുപോയത്. ഈ മക്കളുടെ സന്തോഷം കണ്ടാലേ അറിയാലോ അവർ എത്രമാത്രം എൻജോയ് ചെയ്തെന്ന്. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുതെൻ്റെ 1 വയസ്സുകാരി മോളാണ്. അവളുടെ കളി കണ്ടാലേ അറിയാലോ അവളെ ഒരുപാട് സന്തോഷിച്ചു അവർ. അതുപോലെ തന്നെ നമ്മളും ഒരുപാട് സന്തോഷിച്ചു കേട്ടോ. നമ്മൾ 3 ഫാമിലി 2 വണ്ടികളിലായിട്ടാണ് പോയത്. കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ആയിരുന്നു. അതുപോലെ തന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ട്രിപ്പ് അടിപൊളിയായിരുന്നു. നമുക്ക് സ്ഥലം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെന്ന സമയത്ത്, കാരണം നല്ല റഷ് ഉണ്ടായിരുന്നു. വീക്കെൻഡും കൂടെ ആയിരുന്നു. കുറച്ച് നേരം കാത്തുനിന്നിട്ടായിരുന്നെങ്കിൽ നമുക്ക് പറ്റിയൊരു സ്ഥലം കിട്ടി. നമ്മൾ ടെൻ്റൊക്കെ അടിച്ചു, ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. മുന്നേയൊക്കെ വന്ന് നമ്മൾ പലതവണ ക്യാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും നമ്മൾ -, ഡിഗ്രിയിലൊക്കെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തവണ നമുക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി പോലും തോന്നുന്നില്ലായിരുന്നു, 13 ഡിഗ്രി ആയിട്ട് പോലും. അപ്പോൾ ഇനിയും വരാമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ 1 മണിയായപ്പോൾ ക്യാമ്പിങ് അവസാനിപ്പിച്ചു. അല്ലെങ്കിലും വിൻ്റർ ഒരു ജബൽ ജേസ് ട്രിപ്പ് മസ്റ്റാണ്, ഒരു ക്യാമ്പിങ്ങും മസ്റ്റാണ് ഇവിടെ ഉള്ള ആളുകൾക്കെല്ലാം. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 4 തവണ പോയിട്ടുണ്ട്. പക്ഷേ ക്യാമ്പിങ്ങിന് നമ്മൾ ഇപ്പോഴാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഈ തവണ നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം 1 മണി വരെ ആയിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ 13 ഡിഗ്രി ആയിട്ടുണ്ട്. അതേ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുക. ക്യാമ്പിങ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, പക്ഷേ പല ഫാമിലീസ് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ചെറിയ മക്കളൊക്കെ ആയിട്ട് വരുന്നവരും ഒക്കെ ആകുമ്പോൾ പറ്റുന്നില്ല, ടെൻറ്റിൽ നമുക്ക് പറ്റുന്നില്ല. പിന്നെ മഞ്ഞും കൂടെ ഒക്കെ വരുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങുവാണ്. അതുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത തവണ നമുക്ക് കയറാം. പുള്ളിക്കാരനൊട്ടും പറ്റുന്നില്ല. ഇന്ന് നവംബർ 8 കേട്ടോ. ഇപ്പം നവംബർ 8 ആയിട്ടുണ്ട്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, 11th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അള്ളാഹു ആയുസ്സും ആഫിയത്തും തരട്ടെ. അങ്ങനെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ വലിയ സെലിബ്രേഷനായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ട്.